നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, കേരള രാഷ്ട്രീയം വളരെ വലിയ ഒരു പുകഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് വളരെ വലിയ ആരോപണങ്ങൾ നേരിടുകയാണ്. പക്ഷെ ഈ പരാതി പറഞ്ഞവരാരും പരാതിയായിട്ട് നിയമസഹായം തേടിയിട്ടില്ല. എല്ലാം സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അത് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഈ ഒരു വിഷയത്തെ ശ്രീല എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോ ഈ വിഷയങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവത്തോടെ തന്നെ കാണണം. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും നമ്മൾ അത്യന്തം ഗൗരവത്തോടെ കാണണമെന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ സംബന്ധിച്ചും സ്ത്രീകളോടുള്ള സമീപനത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും സ്ത്രീ വിഷയങ്ങളും ഒക്കെയായി ആ രാഷ്ട്രീയ രംഗമാകെ മലീമസമാണ്. അതിനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ഈ ആരോപണങ്ങൾ എല്ലാ പാർട്ടിയിലെയും പല നേതാക്കന്മാർക്കും എതിരെയുണ്ട്. ഒരു പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒന്നുകിൽ സ്ത്രീ വിരുദ്ധത, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്ത്രീ പീഡനം, അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ പുരോഗമന സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ അടക്കം അത് ഏറ്റവും വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന കാര്യങ്ങളുമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പൊളിറ്റിക്കൽ പോസ്റ്റ് ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്നിട്ട് ഒന്നും അറിയാത്തവരും നമ്മളെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരും നമുക്ക് കുറെ കഥകൾ പറയാനുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അവർക്ക് എന്തോ അറിയാമെന്നോ രീതിയിൽ എഴുതി പിടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്ത്രീവിരുദ്ധതയുടെ തുടക്കം അവിടെ നിന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം പറയുന്നവരെ പോലും ആക്രമിക്കാൻ അവർ വ്യക്തിപരമായ വിഷയങ്ങൾ ഇല്ലെങ്കിൽ പോലും വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണ് പലപ്പോഴും ചെയ്തത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇടയിലുണ്ട്. ഈ ഇവിടെ നമ്മൾ എന്താണ് ചർച്ചാ വിഷയമാക്കുന്നത്? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ കൂടുതലാവാനുള്ള കാരണം ഒരുപക്ഷെ രാഹുൽ പ്രതിനിധാനം ചെയ്ത രാഹുലിന്റെ പാർട്ടി തന്നെയാണ്. എല്ലാ പാർട്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പല സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് തീവ്രത കൂടിയ പീഡനമാണോ തീവ്രത കുറഞ്ഞ പീഡനമാണോ എന്നൊക്കെ തീരുമാനിക്കും. ഞങ്ങൾക്ക് പാർട്ടി കോടതികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കോടതികളോ വനിതാ കമ്മീഷനുകളെ ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ വരെയുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും സ്ത്രീ വിഷയത്തിൽ എന്താണ് ആയിരിക്കും ഓരോ പാർട്ടിയുടെ നിലപാടെന്ന്. ഇനി BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJPയിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ രണ്ടുപേരെ എന്നെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചതും മറ്റുള്ള നേതാക്കന്മാരെ ചേർത്തൊക്കെ തോന്നിവാസം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് 2 പരാതികൾ ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു പരാതി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജർക്കെതിരെയായിരുന്നു. അപ്പോൾ അൽഫോൺസ് കണ്ണന്താനം ആ സമയത്ത് അത് പറയാതിരിക്കാൻ തരമില്ല, എവിടെയും പറയേണ്ട കാര്യമാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം എന്നെ വിളിച്ചു, വിഷയങ്ങൾ ചോദിച്ചു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ നടപടിയെടുത്ത ആൾ 2 വർഷം മാറി നിന്നു. ഒരു നേതാവിന്റെ വളരെ അടുത്ത ആളാണ്. ആ നേതാവിന് ട്വിറ്ററും ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെ തന്നെ ആ നേതാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അന്ന് ആ നേതാവിന് ഇയാളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആ നേതാവ് ഈ പാർട്ടിയിൽ അത്ര പ്രാഗൽഭ്യമുള്ള ആളായിരുന്നില്ല. എന്നാൽ ഇന്ന് അയാൾക്ക് ഈ പോസ്റ്റിലേക്ക് വന്നപ്പോൾ ആദ്യം അയാൾ അക്കോമഡേറ്റ് ചെയ്തത് ഈ പെട്ടിയെടുപ്പുകാരനെയാണ്. ഈ സ്ത്രീ വിരുദ്ധ നിലപാടുകളുള്ള പെട്ടിയെടുപ്പുകാരനെയാണ് അയാൾ ആദ്യം എടുത്തത് എന്നുള്ളതാണ്. അപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത് പറയാനുള്ള ധാർമ്മികതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെ ഒരാൾ വന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയ കൺവീനർ, അതുകൊണ്ട് ഞാനും കൂടി ഞാൻ അംഗമല്ല എങ്കിൽ പോലും എനിക്ക് അനുഭവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി. അവിടെ വന്നിട്ട് എന്നെ കുറിച്ച് ഞാൻ അയാളെ കണ്ടിട്ടില്ല. BJP ഓഫീസിൽ എവിടെയോ വെച്ച് കണ്ടതായി എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാനുമായി ബന്ധമുള്ള ഒരാളല്ല, എന്നെ പരിചയമില്ല, ഞാൻ ആരാണെന്ന് പത്രപ്രവർത്തകയാണെന്ന് അറിയാമായിരിക്കാം. അതിനപ്പുറത്തേക്ക് എനിക്കൊരു അറിവില്ല അയാളെ പറ്റി. പക്ഷെ അയാൾ പറയുന്നത് വളരെ എന്നെ കുറിച്ച് അയാൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന തരത്തിലാണ് അയാൾ വന്ന് കമന്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇട്ട പോസ്റ്റ് നെഗറ്റീവ് പോലും അല്ലാത്തൊരു പോസ്റ്റിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾ എന്നെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിനെതിരെ പരാതി പറയാൻ ഞാൻ BJPയുടെ 2 നേതാക്കന്മാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. കാരണം അവരുടെ സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വമുള്ള ഒരാളെ ആ ആളെ കുറിച്ച് നമ്മളൊരു പരാതി പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കുമ്പോൾ അത് നമ്മൾ കോടതിയിൽ പോയി തെളിയിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. ഇനി കോടതിയിൽ പോയാലോ 2-3 വർഷമായിരിക്കും ഇതിന്റെയൊക്കെ കാലാവധി. നമ്മൾ കോടതിയിൽ പോയി കേസ് നടത്തി വരുമ്പോൾ എത്ര വർഷം കഴിയും? ഏതാണ്ട് എന്റെ വയസ്സുകാലം, എന്റെ കൊച്ചുമക്കളുടെ പ്രായമാകുന്ന കാലത്തെ കേസിന് വിധി വരികയുള്ളൂ. അപ്പൊ അതങ്ങനെ നടന്നോട്ടെ, ഞങ്ങൾക്ക് ഇവരെ കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആ സ്ട്രാറ്റജി തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കേസ് നടന്നോട്ടെ, അല്ലെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ വരട്ടെ. പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെല്ലാം ആ കാര്യത്തിൽ പോലീസും ഒക്കെ ആയിട്ട് അവിശുദ്ധ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണം തെളിയിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. 2, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി വരുന്ന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിൽ ഒരു വലിയ സംഘമുണ്ട് എന്ന് തന്നെയാണ്.
അത് ക്രിമിനലുകൾ ഉൾപ്പെടുന്ന സംഘമുണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിക്കാനും അതുപോലെ തന്നെ ട്രോളി വിവാദം ഉണ്ടായപ്പോഴൊക്കെ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ വന്നാണ്. ക്രിമിനൽ കേസുകളിലെ പ്രതിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് അത് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പെൺകുട്ടികൾക്ക് ഭീതിയും ഭയവും ഒക്കെ കാണും. മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വരാത്തത് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ട് വരാത്ത? ആ സ്ത്രീയെ ജീവിതകാലം മുഴുവൻ വേട്ടയാടാനുള്ള ഒരു കാരണമായി ഒരു പരാതി മാറും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ആ പെൺകുട്ടിക്ക് ജീവിതത്തിലെ ഒരു സ്ഥലത്തും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോകാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധന്മാർ ആ പെൺകുട്ടിയുടെ പിറകെ അഴിഞ്ഞാടും. അതിലിനി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീയെ ഇപ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ത്രീയെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ വ്യക്തിപരമായും ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരാതി കൊടുത്ത് ഇതിന്റെ വിധി വരുന്നിടം വരെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷമെങ്കിലും, ഒരു സ്ത്രീ പീഡന കേസിന്റെ പരാതിയിൽ വിധിയൊക്കെ വരാൻ 10 വർഷമെങ്കിലും ഉണ്ടാകും. ആ 10 വർഷത്തിനിടയിൽ ഈ പെൺകുട്ടി എന്തൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് നമുക്കറിയാം. ആ 10 വർഷം കഴിഞ്ഞാലോ അതും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇരകളാരും പരാതിയുമായി വരാത്തത്. ഇപ്പോ ഈ പരാതി ഉണ്ടാകാനുള്ള കാരണം ഒരു നടിയുടെ തുറന്നു പറച്ചിലാണ്. ആ നടി പേര് പറയാതെ പക്ഷെ എങ്കിലും വ്യക്തമായ തരത്തിൽ, വളരെ കൃത്യമായ തരത്തിൽ, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആരാണെന്ന് ബോധ്യം വരുന്ന തരത്തിൽ പറഞ്ഞപ്പോഴാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വന്നു തുടങ്ങിയത്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന് പറയുന്നവരുണ്ട്. ഇനി രാഷ്ട്രീയ മുതലെടുപ്പാണെങ്കിലും എന്തെങ്കിലും ഒരിക്കലും ഇതൊക്കെ പുറത്തു വരുമെന്ന് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. അത് അധികം കാലമൊന്നും ഒരാളെ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നിരവധി സ്ത്രീകൾ ഇപ്പോ ഈ പറയപ്പെടുന്നതൊന്നുമല്ല. ഇന്ന് തന്നെ ജിബി സദാശിവൻ എന്ന എറണാകുളത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ 2 സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവർക്ക് സമാന അനുഭവങ്ങളുണ്ട്, പക്ഷെ അവർ പുറത്തു പറയേണ്ട, അവർക്ക് അങ്ങനെ ഇതുണ്ടാക്കേണ്ട കാര്യമില്ല, അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. അവർക്ക് വിശ്വാസം ആ സുഹൃത്തിനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പുറത്തു വരുന്ന കഥകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണ്. അതിൽ തുറന്നു പറച്ചിൽ തയ്യാറായി പേരുമൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ട് വന്നത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടി കൂടിയുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരന്ന് നടന്ന് ലോകം മുഴുവൻ ഓടി നടന്ന് പെണ്ണുപിടിക്കുകയായിരുന്നു എന്നാണ്. അതിന്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം പലപ്പോഴും ചിലരും പറയും രാഷ്ട്രീയപരമായി അത് ഉപയോഗിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടല്ലേ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത്? അപ്പൊ എനിക്കറിയാം, എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള ഒരാളാണ്, അതെനിക്ക് വ്യക്തമായി അറിയാം. കാരണം ആരെങ്കിലും എന്നോട് ഏതെങ്കിലും രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ആ സെക്കൻഡിൽ മുഖം നോക്കി കൃത്യമായ മറുപടി പറഞ്ഞ് നടന്നു പോകുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എനിക്ക് നിരവധി ശത്രുക്കളുണ്ട്. ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണവും എന്നെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് അത്തരത്തിൽ അപവാദം പ്രചരിപ്പിച്ചിട്ടുള്ളതെന്ന് പോലും എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വഴങ്ങാത്ത, അവർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അവരുമായി സമ്മതിക്കാത്ത ആൾക്കാരെ കുറിച്ച് ഇത്തരത്തിൽ പറയുക എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്താത്തത് കൊണ്ട് നമ്മളെ പിടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അത്തരത്തിൽ ഉപയോഗിക്കാനോ പറ്റുന്ന സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം വീഴേണ്ടി വരുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആ കെണിയിൽ പെട്ടുപോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെട്ടെന്ന് അധികാരത്തിലേക്ക് വരുന്നവരും പെട്ടെന്ന് ഒരു ഫെയിമിലേക്ക് വരുന്ന ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ തകർന്നടിഞ്ഞ് നശിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ ആ ഉണ്ടാകുന്ന അഹങ്കാരവും അതിൽ കിട്ടുന്ന ഒരു സൗകര്യങ്ങളും ഒക്കെ അവർ വല്ലാതെ അങ്ങ് വിനിയോഗിക്കും. അതിന്റെ ഒരു ബാക്കിപത്രമായി വേണം തന്നെ ഇത്തരം കാര്യങ്ങളെ കാണാൻ. നമുക്കറിയാം ശ്രീശാന്ത് ഇതുപോലെയായിരുന്നു, വളരെ അഹങ്കാരമുള്ള ക്യാരക്ടറുള്ള ഒരാളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ മാങ്കൂട്ടവും ഈ നാട് മുഴുവൻ നടന്ന എല്ലാ പെൺകുട്ടി വെറും ഒരു സാധാരണ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതായത് എനിക്ക് തോന്നുന്നു പ്രജ്വൽ രേവണ്ണയുടെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലാണ്. പ്രജ്വൽ രേവണ്ണ ഇങ്ങനെ നടന്ന് പെണ്ണുപിടിക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും തെളിവുണ്ടാക്കുകയും ചെയ്തിട്ടില്ല, സ്വന്തമായി തെളിവുണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റേത് പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലാണെങ്കിൽ പ്രജ്വൽ രേവണ്ണ സ്വന്തമായി തെളിവുണ്ടാക്കിയത്, സ്വന്തമായി തെളിവുണ്ടാക്കിയിട്ടില്ല, ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നു. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ തെളിവുകൾ കൂടി നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് പോയെങ്കിൽ എത്രത്തോളം ക്രിമിനലാണ് അയാൾ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയായിരിക്കാൻ അത് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളാണോ എന്ന് അയാൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്തവരാണ് തീരുമാനിക്കേണ്ടത്. സത്യം പറയാൻ ഞാൻ പറയുന്നത് പാലക്കാട് ജനം തെരുവിലിറങ്ങാമെന്ന് തന്നെയാണ്. ഇത്തരക്കാരെ നമുക്കറിയാം, സ്ത്രീവിരുദ്ധത എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പോ നമ്മളൊരു പാർട്ടിയോട് പറഞ്ഞു വന്നിരിക്കട്ടെ, ഇവരിപ്പോ എന്താ പറയാൻ പോകുന്നത്, MLA സ്ഥാനം രാജിവെപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കില്ല, അത് ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്തതാണ്, ഞങ്ങളുടെ പാർട്ടി സ്ഥാനം ഞങ്ങൾ രാജിവെപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഒരു 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞ് തുറന്നു പറയുമ്പോൾ ഉണ്ടാകും. പക്ഷെ അതിന് നമ്മൾ തുറന്നു പറയുന്നതിന് 5 വർഷം കഴിഞ്ഞാലും തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുന്നതിന് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം.
കാരണം എല്ലാവരും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പക്ഷേ ഇതൊക്കെ ആ സമയത്ത് തന്നെ ആ സെക്കൻഡിൽ തന്നെ പ്രതികരിക്കാൻ തയ്യാറാവുന്നത് ഒരുപക്ഷെ ഞാൻ വളർന്ന സാഹചര്യം, എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, ധൈര്യം, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു ആൺകുട്ടിയെ പോലെ വളർത്തി എടുത്തത്, അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും അത് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ 5 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായി കാലതാമസം ഉണ്ടായി എന്നുള്ളതിനെയൊന്നും കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം ചിലപ്പോൾ ചില തുറന്ന പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നിരവധി ഇരകൾ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കൂടി പറഞ്ഞേക്കാം, എന്റെ കാര്യം കൂടി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് തുറന്നു പറയാൻ വരുന്നവരുണ്ട്. പലപ്പോഴും തുറന്നു പറയാതിരിക്കുന്നത് നമുക്കറിയാം, ചിലപ്പോഴെങ്കിലും പേടിച്ചിട്ടാകും. അത്തരം പേടിയുള്ള സ്ത്രീകളുമുണ്ട്, എനിക്കറിയാം. അത്തരം ഇപ്പൊ നമ്മളൊക്കെ പ്രതികരിക്കുന്ന പോലെ വളരെ ബോൾഡായി പ്രതികരിക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം തുറന്ന പറച്ചിലില്ല, അല്ലെങ്കിൽ അവർ താമസിച്ചു പോയി, അല്ലെങ്കിൽ ഇത്രയും നാൾ എവിടെയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.